ESRO മുൻ ചെയർമാൻ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ബഹിരാകാശ മേഖലയ്ക്ക് സംഭാവന നൽകിയ ഡോക്ടർ കെ കസ്തൂരിരംഗനെ പത്മവിഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ആര്യഭട്ട, ഭാസ്കര എന്നിവയുടെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു. രാജ്യസഭാംഗം, ആസൂത്രണ കമ്മീഷൻ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണ റിപ്പോർട്ട് പുനഃപരിശോധനാ കമ്മീഷൻ ചെയർമാനായും കസ്തൂരിരംഗൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ച പ്രതിഭയാണ്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ അത് എപ്പോഴായിരിക്കും? സജിൻ, പല മേഖലകളിലും തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു ബഹുമുഖ പ്രതിഭ തന്നെയായിരുന്നു കെ കസ്തൂരിരംഗൻ. അദ്ദേഹം ISROയുടെ മുൻ ചെയർമാൻ എന്ന നിലയിൽ മാത്രമല്ല, മറ്റ് പല മേഖലകളിലും അദ്ദേഹത്തിന്റെ കഴിവും പ്രാവീണ്യവും ഒക്കെ തെളിയിച്ച് രാജ്യത്താകെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഇന്ന് രാവിലെ 10:45 ബംഗളൂരുവിലെ വസതിയിലായിരുന്നു അന്ത്യം. 1994 മുതൽ 2003 വരെയായിരുന്നു അദ്ദേഹം ISROയുടെ ചെയർമാൻ ആയിരുന്നത്. ആ 9 വർഷക്കാലം അദ്ദേഹം നടത്തിയ ഇടപെടൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം നടത്തിയ ഇടപെടലാണ് സത്യത്തിൽ ഈ 2025 എത്തി നിൽക്കുമ്പോൾ ISRO അതിന്റെ ഏറ്റവും പരമോന്നത പൊസിഷനിലൊക്കെ നിൽക്കുന്ന, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ശക്തിയായി ഇന്ത്യ ബഹിരാകാശ രംഗത്ത് മാറുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളാണ്. ഒപ്പം തന്നെ ഈ ISROയുടെ സാറ്റലൈറ്റ് സെന്ററിന്റെ ഡയറക്ടർ ആയിരുന്ന കാലത്താണ് ഈ പുതുതലമുറ ബഹിരാകാശ പേടകങ്ങളുടെയും ഒപ്പം തന്നെ ഇൻസാറ്റിന്റെയും IRS-1A, IRS-1B എന്നിവയുടെ ഒക്കെയും ചുമതല, അതിന്റെ മേൽനോട്ടമൊക്കെയും വഹിച്ചിരുന്ന, അതിന്റെ വികസനത്തിലൊക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന ആളായിരുന്നു കസ്തൂരിരംഗൻ. ഒപ്പം തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന PSLV ഒക്കെയും അതിന്റെ ഒക്കെ വിജയകരമായ വിക്ഷേപണത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഒക്കെയും ചുക്കാൻ പിടിച്ചിരുന്ന വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ആദ്യത്തെ 2 പരീക്ഷണാത്മക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1ന്റെയും 2ന്റെയും ഒക്കെ പ്രൊജക്ട് ഡയറക്ടറായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ വിവിധ റിസർച്ച് കൗൺസിലുകളുടെ ചെയർമാനായി, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേണിംഗ് കൗൺസിൽ ചെയർമാനായിട്ടും ഒപ്പം തന്നെ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയുടെ റിസർച്ച് കൗൺസിൽ ചെയർമാനായിട്ടും ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം ഇന്ത്യയുടെ അത്തരത്തിലുള്ള എല്ലാ വികസനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന, ഈ ഒരു മേഖലയിൽ തന്നെ ഏറ്റവും പ്രാവീണ്യമുണ്ടായിരുന്ന ഒരു സയന്റിസ്റ്റ് എന്നതിനപ്പുറം പിന്നീടും അതിൽ നിന്നും റിട്ടയർ ചെയ്ത ശേഷം അദ്ദേഹം നടത്തിയ ചില ഇടപെടലുകളും ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. അതിൽ രാജ്യസഭാ അംഗമായി പ്രവർത്തിച്ചത് മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ആ ഒരു റിപ്പോർട്ടിന്റെ അതിന്റെ കരട് രൂപീകരിക്കുന്നതിലൊക്കെയും ചുക്കാൻ പിടിച്ച വ്യക്തിത്വമാണ്. എന്തായാലും 2 ദിവസത്തിനകം തന്നെ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. മറ്റന്നാളാണ് ക്രമീകരിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നു. പ്രജിൻ. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ വിശദാംശങ്ങൾ നൽകിയത്.